ശ്രീ കെ ഗണേഷ്, മുകേഷ് ഇടതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ CPM-ന്റെ ഒരു MLA ആയതുകൊണ്ട് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് നിങ്ങൾ പ്രക്ഷോഭം നടത്തുന്നു. അതിനപ്പുറത്ത് ഈ വിഷയത്തിലൊക്കെ കൃത്യമായി സ്ത്രീപക്ഷം ഉയർത്തിപ്പിടിക്കാൻ പ്രതിപക്ഷത്തിനും കഴിയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ നേതാവ് തന്നെയായ സുരേഷ് ഗോപി സിനിമയിലെ തന്റെ സഹപ്രവർത്തകനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ഇവിടെ ഇപ്പോൾ അപ്പുറത്തൊരു MLA ഉള്ളത് കൊണ്ട് നിങ്ങൾ മാർച്ച് നടത്തുന്നു എന്നുള്ളതിനപ്പുറത്ത് ഈ വിഷയത്തിൽ എന്ത് ആത്മാർത്ഥതയുണ്ട്? അതല്ല, ഞങ്ങൾ ഈ വിഷയത്തിൽ ഞങ്ങളുടെ നിലപാട്, പാർട്ടിയുടെ നിലപാട് ഞങ്ങൾ ആദ്യം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. മുകേഷ് രാജിവെക്കണം എന്ന് തന്നെയാണ് പാർട്ടിയുടെ നിലപാട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ മുകേഷിനെതിരെയുള്ള കൊല്ലത്തായാലും ഇന്നിപ്പോൾ തിരുവനന്തപുരത്തായാലും ഒക്കെ ഈ മുകേഷ് രാജിവെക്കുന്നത് വരെ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇതിൽ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മുകേഷ് ഒരു സീനിയറായിട്ടുള്ള ഒരു MLA ആണ്. സീനിയറായിട്ടുള്ള മുകേഷിനെ പോലെയുള്ള ഒരു MLA പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുമായിട്ട്, ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുമായിട്ട് വളരെ അടുപ്പവും വളരെ ബന്ധവുമുള്ള ആൾ കൂടിയാണ് മുകേഷ്. അങ്ങനെയുള്ള മുകേഷ് ഈ MLA സ്ഥാനത്ത് തുടരുന്ന സമയത്ത് നടക്കുന്ന അന്വേഷണം, അങ്ങനെ അന്വേഷണം എത്രമാത്രം വളരെ എന്താ പറയുക സത്യസന്ധമായി പോലീസിന് അന്വേഷിക്കാൻ സാധിക്കും എന്ന് വലിയ സംശയമുണ്ട്. കാരണം മുകേഷിനെ പോലെയുള്ള ഒരാൾ ഇത്രയും സ്വാധീന ശക്തിയുള്ള, കാരണം നമുക്കറിയാം 2 തവണ MLA ആയി CPM-ന്റെ MP സ്ഥാനാർത്ഥിയായി വന്നു. അത്രയും വലിയ സ്വാധീനമുള്ള, പോലീസിൽ തന്നെ വലിയ സ്വാധീനമുള്ള സീനിയറായിട്ടുള്ള ഒരു MLA സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് എങ്ങനെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും? അങ്ങനെ അന്വേഷണം കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. മുകേഷ് സത്യസന്ധനാണ്, മുകേഷിന്റെ ഭാഗത്ത് തെറ്റില്ല എങ്കിൽ അന്വേഷണത്തിലൂടെ തെളിയിക്കപ്പെടേണ്ടതല്ലേ? അങ്ങനെ അന്വേഷണത്തിൽ തെളിയിക്കപ്പെടാതെ അവിടെ തൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഈ അന്വേഷണത്തെ അട്ടിമറിക്കാനാണ് മുകേഷിനെ പോലെയുള്ള ആളുകൾ ശ്രമിക്കുന്നത്. മുകേഷിനെ സംരക്ഷിക്കുന്ന സമീപനമാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയും അതിൻ്റെ നേതൃത്വവും മുഖ്യമന്ത്രിയും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്, മുകേഷ് ഈ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചുകൊണ്ട് അന്വേഷണത്തെ നേരിടാൻ തയ്യാറാവണം. അങ്ങനെ നേരിടാത്ത പക്ഷം, കാരണം നമുക്കറിയാം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അത് വലിയ ആളുകൾക്ക്, വലിയ തരത്തിൽ സെക്ഷൽ ഹരാസ്മെൻറ്റുകളൊക്കെ നേരിട്ട ആളുകൾക്ക് അവർക്ക് പുറത്ത് പറയാൻ, അവർക്ക് അത്തരം കാര്യങ്ങൾ പുറത്ത് പറയാൻ വലിയ ആത്മവിശ്വാസം ലഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത്തരം അന്വേഷണങ്ങളൊന്നും പുറത്തേക്ക് വരണ്ട എന്നാണോ കേരളത്തിൻ്റെ ഈ സർക്കാർ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ സ്ത്രീകൾക്ക് ഇവിടെ ഒരു നീതി ലഭിക്കേണ്ടതല്ലേ? അങ്ങനെ ഒരു ഹരാസ്മെൻറ്റ് അവർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ കാര്യങ്ങൾ പറയാനുള്ള അവസരം വരുന്ന സമയത്ത് അതിനെ തടയുന്ന സമീപനമാണ് മുകേഷിന് ഈ ചുമതലയിൽ ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ സർക്കാർ ഈ മുകേഷിനെ സംരക്ഷിച്ചുകൊണ്ട് നടപ്പിലാക്കുന്നത്. കാരണം അവർക്ക് എങ്ങനെയാണ് നീതി ലഭിക്കുക? അവരെങ്ങനെയാണ് തുറന്ന് സംസാരിക്കാൻ തയ്യാറാവുക? ഒരാൾക്ക് സംരക്ഷണം കിട്ടിയാൽ പിന്നെ ബാക്കിയുള്ള ആളുകൾ എന്ത് വിശ്വസിച്ച് പരാതി കൊടുക്കും, എന്ത് വിശ്വസിച്ച് നിയമ നടപടിയെടുക്കും? വാലിഡ് ആയിട്ടുള്ള പോയിന്റാണ്.